ഹൈഡ്രോഡൈനാമിക് ഡ്രാഗ് മൂലം പടുകൂറ്റൻ കപ്പലുകളുടെ വരെ ഇന്ധനക്ഷമത 10 മുതൽ 40% വരെ കുറക്കുന്ന പ്രതിഭാസമാണ് ബയോഫോളിംഗ്. ആൽഗേകൾ, ബാർണക്കിൾസ് തുടങ്ങിയ കടൽ ജീവികൾ കപ്പലിന്റെ അടിത്തട്ടിൽ ഒട്ടിപ്പിടിച്ച് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ബയോഫോളിംഗിന് കാരണം. എന്നാൽ ടേർട്ടിൽസ് അഥവാ കടലാമകൾ പോലുള്ള ഹാർഡ് ഷെൽ കടൽ ജീവികളെയും ബാർണക്കിളുകൾ ദോഷകരമായി ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ഷെല്ലുകളെയും സ്കിന്നുകളെയും തുളച്ച് ഇൻഫെക്ഷൻ വരാനും അല്ലെങ്കിൽ വലിയ അളവിൽ തോടിന് മുകളിൽ അടിഞ്ഞുകൂടി അമിത ഭാരം വന്ന് നീന്താൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടാക്കാനും ബാർണക്കിൾസ് കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ പ്രയാസപ്പെട്ടിരുന്ന ഒരു കടലാമയെ പിടിച്ച് ബാർണക്കിൾസിനെ റിമൂവ് ചെയ്ത് റീഹാബിലിറ്റേഷൻ നടത്തുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. നിലവിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും പൊല്യൂഷനും കാരണം ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കടലാമകളെ കൂടുതലായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫ്ലോറിഡയിലെ ദ ടേർട്ടിൽ ഹോസ്പിറ്റൽ ഇത്തരത്തിൽ കടലാമകളെ ട്രീറ്റ് ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്.